കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രി പരിസരത്ത് മാലിന്യം കുമിഞ്ഞുകൂടിയ നിലയിൽ പ്രദേശത്തുകൂടി മൂക്കുപൊത്തി പോകേണ്ട അവസ്ഥയായിട്ടും അധികൃതർ തിരിഞ്ഞു നോക്കുന്നില്ല എന്നാണ് നാട്ടുകാരുടെ പരാതി. ആശുപത്രിയിലെത്തുന്ന രോഗികളും പ്രദേശവാസികളും ചേർന്ന് മുഖ്യമന്ത്രിക്ക് പരാതി നൽകി പരിഹാരത്തിനായി കാത്തിരിക്കുകയുമാണ്. അനഘ ഹർഷൻ ചേരുന്നുണ്ട് വിവരങ്ങൾ നൽകുന്നതിനായി. അനഘ, ഈ ആശുപത്രി പരിസരം എത്ര കണ്ട് വൃത്തിയായി സൂക്ഷിക്കണം എന്ന് നമ്മൾ, പ്രത്യേകിച്ച് മലയാളികളെ സംബന്ധിച്ചിടത്തോളം, നമ്മൾ വീടും പരിസരവും പോലും വൃത്തിയായി സൂക്ഷിക്കുന്നവരാണ്, അതിൽ ഒരു വിട്ടുവീഴ്ചയും തയ്യാറാകാത്തവരാണ്. പക്ഷെ ആശുപത്രികളിൽ രോഗങ്ങളുമായി ആശുപത്രിയിലെത്തുന്നവർ അവിടെ നിന്ന് മറ്റു രോഗങ്ങളുമായി തിരിച്ചു പോരേണ്ട അവസ്ഥയാണ് ഇപ്പോൾ ഈ വാർത്തയുടെ വിവരങ്ങൾ കേൾക്കുമ്പോൾ മനസ്സിലാകുന്നത്. ഇത് ഏത് പ്രദേശത്താണ്, ആശുപത്രിയുടെ ഏത് ഭാഗത്തായാണ് ഇത്തരത്തിൽ മാലിന്യം ഇങ്ങനെ കുമിഞ്ഞു കൂടുന്നത്? ഈ പരാതി നൽകിയിട്ട് ഇപ്പോൾ എത്ര നാളായി? വീണ, നമ്മളിപ്പോൾ നിൽക്കുന്നത് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രി പരിസരത്താണ്. ആശുപത്രി പരിസരം എന്ന് പറയുമ്പോൾ നമുക്ക് ആ ദൃശ്യങ്ങളിൽ നിന്ന് കൃത്യമായി കാണാൻ സാധിക്കും. ഞാൻ നിൽക്കുന്ന ഈ ഭാഗത്ത്, ആ ഭാഗത്ത് കോഴിക്കോട് മെഡിക്കൽ കോളേജാണ്, ഡെന്റൽ കോളേജാണ്. ഈ മെഡിക്കൽ കോളേജിലേക്ക് എത്തുന്ന രോഗികളടക്കം ഈ ഭാഗത്തു കൂടി, ഞാനിപ്പോൾ നിൽക്കുന്ന ഈ ഭാഗത്തു കൂടിയാണ് ഈ പ്രദേശത്തേക്ക് എത്തുക എന്നതാണ്. ഈ ഭാഗത്ത് എത്തുന്നവർക്ക് ഈ വഴി, ഈ ഭാഗത്തു കൂടി പോകാൻ പോലും കഴിയാത്ത രീതിയിലാണ് ഈ ഭാഗത്ത് മാലിന്യം കുന്നുപോലെ കുമിഞ്ഞു കൂടിയിരിക്കുന്നത് എന്നതാണ്. ഇത് സാധാരണ ഏതെങ്കിലും ഒരു പ്രദേശമല്ല. കോഴിക്കോട് മെഡിക്കൽ കോളേജ് പോലെ, അതായത് ദിവസേന 3000-ലധികം രോഗികൾ എത്തുന്ന ഒരു ആശുപത്രി പരിസരത്തോട് ചേർന്നിട്ടുള്ള ഒരു അവസ്ഥയാണ്. മാലിന്യ മല എന്ന് തന്നെ പറയേണ്ടി വരും. പ്ലാസ്റ്റിക് മാലിന്യമുണ്ട്, ഭക്ഷണ പദാർത്ഥങ്ങളുണ്ട്. അങ്ങനെ ഇത് 1-2 ദിവസം കൊണ്ട് ഉണ്ടായതല്ല. ദിവസേന ഈ രീതിയിൽ ഈ ഭാഗത്ത് ഇങ്ങനെ മാലിന്യം കൊണ്ട് ഇവിടെ നിക്ഷേപിക്കുകയാണ്. ആശുപത്രിയിലേക്ക് പോകുന്ന രോഗികളൊക്കെ ദിവസേന പോകുന്ന ഒരു പ്രദേശം കൂടിയാണ് ഈ ഭാഗം. ഈ ഭാഗത്താണ് ഈ രീതിയിൽ മാലിന്യ കൂമ്പാരം കൊണ്ടിട്ടിരിക്കുന്നത്. മാസങ്ങളോളം ഈ ഭാഗത്ത് ഇങ്ങനെയാണ്. ആശുപത്രിയിലുള്ള ചില വസ്തുക്കൾ ഈ ഭാഗത്തുണ്ട്. അതുപോലെ തന്നെ ഒട്ടും നമുക്ക് ഈ ഭാഗത്ത് നിൽക്കാൻ പോലും കഴിയാത്ത അത്ര രൂക്ഷഗന്ധമാണ്. മഴക്കാലം കൂടിയാണ്. ഈ മഴ പെയ്യുന്ന സമയത്ത് ഈ മാലിന്യത്തിൽ നിന്നുള്ള അത്രയും വൃത്തിഹീനമായ വെള്ളം അത് ഈ താഴ്ഭാഗത്തേക്ക്, ഈ പ്രദേശത്തിന്റെ താഴ്ഭാഗത്തേക്ക് പോകും. ആ ഭാഗത്തും ആശുപത്രിയിലേക്ക് എത്തുന്ന രോഗികൾ ആ ഭാഗത്തേക്കും ഒക്കെ തന്നെ പോകുന്നുണ്ട്. ഈ പ്രദേശത്തെ ആളുകളും ഈ ഭാഗത്തെ ജനങ്ങളും ഒക്കെ തന്നെ ഈ സംഭവം ചൂണ്ടിക്കാണിച്ച് മുഖ്യമന്ത്രിക്കടക്കം ഈ കഴിഞ്ഞ ഒരാഴ്ചയ്ക്ക് മുൻപ് മുഖ്യമന്ത്രിക്ക് ഒരു പരാതി നൽകിയിരുന്നു. ഇത് ആശുപത്രി പരിസരമാണ്, അത്രയധികം വൃത്തിഹീനമായ ഈ ഒരു അവസ്ഥയിൽ നാട്ടുകാർ വലിയ ദുരിതത്തിലാണ് എന്നതടക്കമുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ച് പരാതി നൽകിയിട്ടുണ്ട്. പക്ഷെ പരാതി സ്വീകരിച്ചു എന്നൊരു മറുപടി അല്ലാതെ മറ്റൊന്നും തന്നെ ഈ അധികൃതരുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടില്ല. എന്തായാലും നാട്ടുകാരുടെയും പ്രദേശവാസികളുടെയും ഒക്കെ തന്നെ നിലപാട്, ഈ പരാതി നൽകി ഇനിയും കുറച്ചു കാലം സമയം കൂടി തങ്ങൾ കാത്തിരിക്കും. അതിനുശേഷവും നടപടി ഇല്ലെങ്കിൽ കൃത്യമായി തന്നെ ഒരു ഇടപെടൽ ഈ പ്രദേശത്തെ ജനങ്ങളുടെ, നാട്ടുകാരുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകും എന്നാണ് മനസ്സിലാക്കുന്നത്. ഒരിക്കൽ കൂടി പറയുകയാണ്, ഇത് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് പോകുന്ന ഭാഗമാണ്. ആ ഭാഗത്ത് ഈ റോഡിനോട് ചേർന്ന് ദിവസേന 3000-ലധികം രോഗികൾ എത്തുന്ന ആശുപത്രിയാണ്. ആ ഭാഗത്ത് ഈ റോഡിനോട് ചേർന്ന് ഈ രീതിയിൽ മാലിന്യ മലയാണ്. ഈ ഭാഗത്ത് അതിരൂക്ഷമായ ഗന്ധം ഉണ്ട് എന്നതാണ്. നടക്കാൻ പോലും കഴിയാത്ത ഈ ഭാഗത്തൊക്കെ തന്നെ അതിവൃത്തിഹീനമായ വെള്ളമുണ്ട്. ഈ മാലിന്യം മാസങ്ങളോളം ഈ രീതിയിൽ ഈ ഭാഗത്ത് കെട്ടിക്കിടക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഈ ഭാഗത്ത് അത്രയധികം വൃത്തിഹീനമായ ഒരു ചുറ്റുപാടുണ്ട്. ഈ ഭാഗത്ത് കൂടി വേണം ആശുപത്രിയിലേക്ക് ഏറ്റവും സാധാരണക്കാരായവരാണ് ആശുപത്രിയിൽ എത്തുന്നതെന്ന് നമുക്ക് കൃത്യമായി അറിയാം. അതുകൊണ്ട് തന്നെ അവരാണ് ഈ വെള്ളത്തിലൂടെ ഈ ഭാഗത്തു കൂടി പോകേണ്ട ഒരു അവസ്ഥ അവർക്കുണ്ട് എന്നതാണ്. എന്തായാലും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഹരിതകർമ്മസേനയാണ് ഈ ഭാഗത്ത് ഈ രീതിയിൽ മാലിന്യം കൊണ്ട് നിക്ഷേപിക്കുന്നത്. അവരത് എടുത്തു മാറ്റുന്നുണ്ട് എന്നതടക്കമുള്ള ഒരു അഴകുഴഞ്ചൻ നിലപാടാണ് വിഷയത്തിൽ അധികൃതർ എടുക്കുന്ന നിലപാട്. പക്ഷെ അങ്ങനെ എടുത്തു മാറ്റുകയാണെങ്കിൽ ഈ രീതിയിൽ ഈ ഭാഗത്തെ ഈ രീതിയിൽ മാലിന്യം ഒരു ഘട്ടത്തിൽ പോലും ഉണ്ടാകില്ല. എന്തായാലും ആശുപത്രി അധികൃതരോടൊക്കെ തന്നെ, അല്ലെങ്കിൽ നമ്മുടെ സംവിധാനത്തോട് ഈ കാര്യം പറഞ്ഞാൽ, അതായത് ഈ ഭാഗത്ത് എത്തുമ്പോൾ ആശുപത്രിയിലേക്ക് പോകുന്ന രോഗികൾക്ക് മറ്റ് പല രോഗങ്ങളും വരാനുള്ളൊരു സാധ്യതയുണ്ട് എന്ന് പറഞ്ഞാൽ ആശുപത്രി അടുത്തുണ്ടല്ലോ എന്നൊരു മറുപടി ആയിരിക്കും നമ്മുടെ ഭരണ സംവിധാനം നമ്മോട് പറയുക എന്നാണ് നാട്ടുകാർ ഒന്നടങ്കം പറയുന്നത്. വീണ, അതേസമയം അനഘ, ഇത്രയും അധികം മാലിന്യം ഇവിടെ കുമിഞ്ഞുകൂടിയിരിക്കുന്ന സാഹചര്യത്തിലും അവിടെ പ്രാദേശികമായ ഭരണകൂടങ്ങളും ഉണ്ടാകുമല്ലോ, അവരുടെയൊക്കെ ഇടപെടൽ ഏത് തരത്തിൽ ഉണ്ടായിട്ടുണ്ട്? ഇത് CCTV ക്യാമറകൾ വെച്ചിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും മുന്നറിയിപ്പുകൾ ബോർഡ് വെച്ചിട്ടോ ഒക്കെയും തടയാൻ കഴിയുമെന്നിരിക്കുക, അതുപോലും തടയാതെ ഇത്രയും കാലം
ഇത്രയും വലിയ മാലിന്യ മലയിലേക്ക് എത്തുന്നത് വരെ കാര്യങ്ങൾ മുന്നോട്ട് പോയി എന്നുള്ളതാണ്. ഇതിൽ ആശുപത്രി അധികൃതരും ഇടപെടുന്നില്ല. പ്രദേശവാസികൾക്ക് ആവട്ടെ ഈ പരാതി കൊടുത്തിരിക്കാമെന്നല്ലാതെ അവർക്കും ഒന്നും ചെയ്യാൻ കഴിയാത്ത സാഹചര്യമാണ്. അപ്പോൾ എവിടെ നിന്നാണ് ഈ മാലിന്യം അങ്ങോട്ടേക്ക് വരുന്നത് എന്ന് കണ്ടെത്താനും മാർഗമില്ലേ? വീണ, തീർച്ചയായും. അതായത് ഈ നിലവിൽ കോർപ്പറേഷനാണ് ഇതിന്റെ ചുമതല. ഈ കോഴിക്കോട്ടെ കോർപ്പറേഷന്റെ കെടുകാര്യസ്ഥത എല്ലാ ഘട്ടത്തിലും എല്ലാ കാര്യത്തിലും ഉണ്ട് എന്നത് വസ്തുതയാണ്. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നമ്മൾ അധികൃതരോട് സംസാരിച്ച സമയത്ത് ഇത് ഹരിതകർമ്മ സേന ഈ വീടുകളിൽ നിന്ന് ശേഖരിക്കുന്ന മാലിന്യമാണ്, അതിവിടെ നിക്ഷേപിക്കും, അതിനുശേഷം ഇവിടെ നിന്ന് ഉടൻ തന്നെ മാറ്റും എന്നാണ് അധികൃതർ പറയുന്നത്. അങ്ങനെ നമ്മൾ കൃത്യമായി തിരിച്ചു ചോദിച്ചു, അങ്ങനെ മാറ്റുകയാണെങ്കിൽ ഈ രീതിയിൽ എങ്ങനെയാണ് ഈ ഭാഗത്ത് ഈ ഒരു മല പോലെ ഈ മാലിന്യം ഇവിടെ കുന്നുകൂടിയിരിക്കുക എന്ന് ചോദിക്കുമ്പോൾ അധികൃതരുടെ കയ്യിൽ മറുപടി ഇല്ല എന്നതാണ് വസ്തുത. അതായത് അവർക്ക് ഈ വിഷയത്തിൽ അവരുടെ ഒരു നിലപാടാണ്, ഈ രീതിയിൽ മാലിന്യം ഉണ്ടായിക്കോട്ടെ, തങ്ങൾക്കൊരു പ്രശ്നവുമില്ല എന്നതടക്കമുള്ള കാര്യങ്ങളാണ് അധികൃതർ നമ്മോട് പറഞ്ഞിരിക്കുന്നത്. പക്ഷെ അപ്പോഴും ഈ ഭാഗത്ത് ഈ ഹരിതകർമ്മ സേനയുടെ മാലിന്യം മാത്രമല്ല, ഈ ഭാഗത്ത് ഈ രീതിയിൽ മാലിന്യം കൂമ്പാരത്തിനെത്തി ഈ പ്രദേശത്തേക്ക് പോകുന്ന ആളുകൾ, ആശുപത്രിയിൽ എത്തുന്ന ആളുകൾ, അങ്ങനെ അവരൊക്കെ തന്നെ ഈ ഭാഗത്ത് മാലിന്യം നിക്ഷേപിക്കുന്നുണ്ട്. ഇതിനൊരു ശാശ്വതമായ ഒരു പരിഹാരം എന്ന് പറയുന്നത് ഈ പ്രദേശത്ത് ഒരു CCTV സ്ഥാപിച്ചാൽ ഈ പ്രശ്നത്തിന് കൃത്യമായ ഒരു പരിഹാരം ഉണ്ടാകുന്നതാണ്. പക്ഷെ ആ ഒരു നടപടി പോലും അധികൃതരുടെ ഭാഗത്ത് നിന്ന്, കോർപ്പറേഷന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നില്ല എന്നതാണ്. മറ്റൊന്ന് ഇതിനോട് ചേർത്ത് വെച്ച് പറയാനുള്ളത്, ഇത് കോഴിക്കോട് ഈ മെഡിക്കൽ കോളേജ് പരിസരത്തെ മാത്രം കാഴ്ചയല്ല, കോഴിക്കോട്ടെ പല ഭാഗങ്ങളിലും ഇത്തരത്തിൽ മാലിന്യ കൂമ്പാരം നമുക്ക് കാണാൻ സാധിക്കും എന്നതാണ്. അതിനെതിരെയൊന്നും അധികൃതരുടെ ഭാഗത്ത് നിന്ന് ഒരു നടപടിയും ഉണ്ടാകുന്നില്ല എന്നതാണ്. പ്രത്യേകിച്ച് മഴക്കാലമാണ്, പകർച്ചവ്യാധികൾ പടർന്നു പിടിക്കുന്ന ഒരു സാഹചര്യം പോലും നമുക്ക് ഇപ്പോൾ ഉണ്ട് എന്നതാണ്. പക്ഷെ അപ്പോൾ പോലും ഇവിടെ ഈ ഭാഗത്തേക്ക് എത്തി ബ്ലീച്ചിങ് പൗഡർ അടക്കമുള്ള ഏതെങ്കിലും സാധനം നിക്ഷേപിക്കുന്നതൊന്നും തന്നെ അധികൃതരുടെ ഭാഗത്തുനിന്നോ ആരോഗ്യ വകുപ്പിന്റെ ഭാഗത്തുനിന്നോ ഒരു നടപടിയും എന്തായാലും ഈ വിഷയത്തിൽ ഉണ്ടാകുന്നില്ല എന്നതാണ്. വീണ, ശരി അനഘ.